നമുക്ക് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ഏറ്റവും വലിയ ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. റോമാലേഖനം 16 അധ്യായങ്ങളുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനവും 16 അധ്യായങ്ങളുണ്ട്. എന്നാൽ ഒരു 3-4 വാക്യങ്ങൾ കൂടുതൽ ഉള്ളത് 1 കൊരിന്ത്യർ ലേഖനത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റോമാലേഖനത്തിൻ്റെ ആഴവും പരപ്പും നോക്കുമ്പോൾ പ്രഥമസ്ഥാനം റോമാലേഖനത്തിൽ തന്നെയാണ്. പക്ഷേ ടെക്നിക്കലായിട്ട്, സാങ്കേതികമായിട്ട് വാക്യങ്ങൾ കൂടുതലുള്ളത് കൊരിന്ത്യ ലേഖനത്തിനാണ്. ഈ കൊരിന്ത്യ ലേഖനം എന്നാണ് എഴുതിയത് എന്നുള്ളതും എവിടെ വെച്ചാണ് എഴുതിയത് എന്നൊക്കെ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ചിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പൗലോസ്ലീഹായുടെ ആദ്യ ലേഖനം ഏതാണ് എന്ന് ചോദിച്ചാൽ ചില വേദപണ്ഡിതന്മാർ പറയും അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് എന്ന്. മറ്റേ ചിലർ പറയും തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനമാണെന്നുള്ളത്. എന്നാൽ നിരവധി പണ്ഡിതന്മാർ പറയുന്നത് കൊരിന്തിലെ സഭയ്ക്ക് എഴുതിയതാണ് 1-ാമത്തെ ലേഖനമെന്ന്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇതാണ്: ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള 1-ാം ലേഖനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമല്ല. അത് വചനം ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. പ്രത്യേകിച്ച് 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ലേഖനം എഴുതിയതിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ടല്ലോ എന്ന്. അത് നിങ്ങളത് ശ്രദ്ധിച്ചു കാണും ഒരു പക്ഷേ അല്ലേ? അത് വായിക്കുമ്പോൾ 5:9 പറയുന്നത്. അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. 5:9 ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. നാം പഠിക്കുന്നത് 1-ാം കൊരിന്ത്യ ലേഖനമാണ്. ആ ലേഖനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നേരത്തെ എഴുതിയ ലേഖനത്തിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതിനർത്ഥം എന്താണ്? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 1-ാം ലേഖനം എന്നുള്ളതിന് മുൻപ് പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലേഖനമായിരിക്കണം പൗലോസ്ലീഹ എഴുതിയ ആദ്യത്തെ ലേഖനം, ഒരു സഭയ്ക്കായിട്ട് എഴുതുന്ന ലേഖനം. മറ്റൊരു കാര്യം കൂടെ ഈ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തെക്കുറിച്ച് പറയാനുള്ളത്, വേദപണ്ഡിതന്മാർ പറയുന്നത് പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് 4 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ്. 4 ലേഖനം. അതിൽ 1-ാമത്തേത് നഷ്ടപ്പെട്ടു, നമുക്ക് കിട്ടിയിട്ടില്ല. 2-ാമത്തേത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന 1-ാം കൊരിന്ത്യ ലേഖനം. 3ഉം 4ഉം ലേഖനങ്ങൾ ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 4 ലേഖനങ്ങൾ ഒരു സഭയ്ക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സഭയുമായി നിരന്തരം സമ്പർക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധനായ പൗലോസ്ലീഹ. പൗലോസ്ലീഹ ഈ 1-ാം ലേഖനം എഴുതുന്നതിന്റെ ആമുഖത്തില് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ആരാണ് എഴുതുന്നത് എന്ന് 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞ് ആമുഖം പറഞ്ഞാണ് എഴുതുന്നത്. ഇനി എഴുതുന്ന ആളുകളെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ അതിനേക്കാൾ ശ്രദ്ധേയമാണ്. എന്താണ് പറയുന്നത്? കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്നുള്ളത്. അപ്പോൾ കൊരിന്ത്യ സഭയെക്കുറിച്ച് സാമാന്യമായൊരു ജ്ഞാനമുള്ളവർക്കറിയാം, അവിടെ
സഭയിൽ നടന്നു വരുന്ന പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്നത് പോലെയുള്ള പ്രതിസന്ധികളും ഒക്കെയുള്ള ഒരു സഭയാണ്. അവിടെ അധാർമികതയുണ്ടായിരുന്നു, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്ന കാര്യമുണ്ടായിരുന്നു, കോടതികളിൽ വ്യവഹാരമുണ്ടായിരുന്നു, വിവിധ കക്ഷികളായിട്ട് തിരിഞ്ഞ് പക്ഷം പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ദൈവികമല്ലാത്ത സ്വഭാവമുള്ള ഒരു ജനതയോട് പൗലോസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ കാണുന്നത് വിശുദ്ധന്മാരായിട്ടാണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, തിരുസഭയുടെ മക്കൾ എല്ലാവരും വിശുദ്ധരാണ്. അതിന് കാരണം സഭ വിശുദ്ധമാണ്. അതിൻ്റെ കാരണം ക്രിസ്തു എന്ന പരിശുദ്ധിയുടെ അവസാന വാക്കായ കർത്താവിൻ്റെ ശരീരമാണ് സഭ. അപ്പോൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്നുള്ളത് കൊണ്ട് സഭ വിശുദ്ധമാണ്. സഭയിലെ ഓരോ അംഗങ്ങളും വിശുദ്ധരാണ്. അത് അതിൻ്റെ തിയോളജിയാണ്, വേദശാസ്ത്രമാണ്. രണ്ടാമത്തെ കാര്യം, കൊരിന്തിലെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ വിശുദ്ധർ എന്ന് വിളിക്കുന്നതിൻ്റെ പുറകിൽ ഒരു മനഃശാസ്ത്രപരമായ സമീപനമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട്, കുറുമ്പ് കാണിക്കുന്ന കുട്ടികളെ ചിലപ്പോൾ നമ്മൾ പറയാറില്ല, ഇവൻ നല്ല കുട്ടിയാണ്, ഇവൻ അങ്ങനെ കുറുമ്പൊന്നും കാണിക്കുന്ന കുട്ടിയല്ല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, അത് കേൾക്കുമ്പോൾ അവനെ കുറുമ്പ് കാണിക്കാതിരിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. ഓ, ഞാൻ നല്ല കുട്ടിയാണല്ലേ എന്നുള്ള ചിന്ത. അപ്പോൾ ഇതുപോലെ കൊരിന്തിലെ സഭയുടെ അംഗങ്ങൾ ലൗകികരായി ജീവിക്കുന്നവരുണ്ട്, ദൈവത്തിന്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു സഭയിലെ അംഗങ്ങളെ അപ്പോസ്തലൻ വിശുദ്ധരെന്ന് വിളിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ടാകണം, ഞങ്ങൾ വളരെ ഉയർന്ന ദൈവവിളിക്ക് അർഹരാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എവങ്കേലിയോനിൽ യോഹന്നാനെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്. യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണെന്ന്. അത് നല്ല കാര്യം തന്നെയാണ്, നമുക്കറിയാം. എന്നാൽ അതിന്റെ തൊട്ട് താഴെ ക്രിസ്തു പറയുന്നത്, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞാൽ, നാം ഒക്കെ യോഹന്നാൻ ഏറ്റവും വലിയവനാണ്, പക്ഷേ ദൈവരാജ്യത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നാം അതിനേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, നാം വെറും ലൗകികരല്ല. ലോകപ്രകാരമുള്ള ചിന്തയേക്കാൾ ഉപരിയായ ഉന്നതമായ ചിന്തകളും സംസാരങ്ങളും ശൈലികളും പ്രവർത്തനങ്ങളും ഉള്ളവരാകണം നാം. ഈ ഉയർന്ന പദവിക്ക് നാം അർഹരാണ് എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബാധ്യതയാണത്. ഞാൻ വെറും നിസ്സാരനല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ വിലയേറിയവനാണ്. അതുകൊണ്ട് എൻ്റെ സ്വഭാവവും അതിനനുസൃതമായിരിക്കണമെന്ന്. നിങ്ങൾ ഒരു അച്ഛന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ അച്ഛൻ എന്ന സ്ഥാനത്തിന് അനുസൃതമായ ഒരു പെരുമാറ്റം, ഒരു സംസാര ശൈലി, ഒരു ജീവിതം, ഇതൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഇതുപോലെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയവരാണ്. അതുകൊണ്ട് ആ പദവിക്ക് യോജ്യമായ പ്രവർത്തനം നിങ്ങളിലുണ്ടാകണം. ആ പദവിക്ക് അനുയോജ്യമായ സംസാരം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ഇടപെടലുകൾ അത്ര കണ്ട് വിശുദ്ധമായിരിക്കണം. കാരണം നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെ കാണുമ്പോൾ ദൈവീകരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതേ തത്വം തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ സഭയോട് പറയുന്നത്. നിങ്ങൾ വിശുദ്ധരാണ് എന്ന് പറയുമ്പോൾ വലിയൊരു ഡിഗ്നിറ്റി നിങ്ങൾക്കുണ്ട്, വലിയൊരു പദവി നിങ്ങൾക്കുണ്ട്. ആ പദവിയെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിരവധി കംപ്ലൈന്റുകളുണ്ട്. അതെല്ലാം മാറണ്ടേ? നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. ഇതിനുള്ള ഒരു ആഹ്വാനം മനഃശാസ്ത്രപരമായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. കൊരിന്തിലെ മക്കളെ, നിങ്ങൾ വെറും മറ്റുള്ളവരെ പോലെ സാധാരണക്കാരല്ല.
വിശുദ്ധിയിലേക്ക് വളരുവാൻ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് നിങ്ങളെന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമുക്കും അതിൽ നിന്ന് ചിലതൊക്കെ ഉൾക്കൊള്ളാനായിട്ടുണ്ട്. വെറും ലൗകികരായി ജീവിച്ച് മരിക്കാനുള്ളവരല്ല നാം. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഇടപെടലുകളും എത്ര കണ്ട് മനോഹരമായിരിക്കണം, എത്ര കണ്ട് ആത്മീയമായിരിക്കണം, എത്ര കണ്ട് ദൈവീകമായിരിക്കണം. അപ്പോസ്തലൻ മറ്റൊരു സഭയോട് പറയുന്നുണ്ട്, ക്രിസ്തു എങ്ങനെയാണോ അതുപോലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകണമെന്ന്. പ്രിയമുള്ളവരെ, കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ ഭംഗ്യന്തരേണ ഓർമ്മിപ്പിക്കുകയാണ്, വലിയ പദവിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ, അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കേണ്ടവരാണ് എന്ന്. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അത് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ്. കൊരിന്തിലെ സഭ സ്ഥാപിക്കുന്നതിന്റെ ചരിത്രം അപ്പോസ്തല പ്രവർത്തികൾ 18 പറയുന്നുണ്ട്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. അവിടെയുള്ള ആ പട്ടണത്തെക്കുറിച്ചുള്ള മറ്റ് ഗ്രന്ഥങ്ങളിൽ ചരിത്രത്തിലുമൊക്കെ രേഖപ്പെടുത്തിയ നിരവധി സംഭവങ്ങളുണ്ട് കൊരിന്തിനെ കുറിച്ച്. ഒരാൾ ആ കാലഘട്ടത്തിൽ ഒരു കൊരിന്ത്യനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അപാകതകളുണ്ട് എന്നാണ് സൂചന. അതൊരു പര്യായമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഞാൻ മരിച്ചാൽ പിന്നെ എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ? മരണശേഷം പിന്നെ എന്താ ഉള്ളത്? എല്ലാം നഷ്ടപ്പെടാനുള്ളതല്ലേ. അതിനു മുൻപ് പരമാവധി ഈ ശരീരം കൊണ്ട് ആസ്വദിക്കണം. ഇത് മനസ്സിലാക്കി ജീവിച്ച ആളുകളാണ് കൊരിന്ത്യൻസ്. അതുകൊണ്ട് ആസ്വാദനത്തിന്റെ ഒരു പട്ടണമാണ് കൊരിന്ത്. അവിടെ ഒരാൾ ചെന്നുപെട്ടാൽ അവനെ ആസ്വദിക്കാനുള്ള സംവിധാനങ്ങൾ നിരവധിയാണ്. അധാർമിക പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് ആറിയ കൊരിന്ത്യൻ എന്ന് ചോദിച്ചാൽ അതിന്റെ സൂചന ഇതാണ്: നീ വെറും ലൗകികനാണോ? ആഡംബര ഭ്രമമുള്ളവനാണോ? ശരീരം കൊണ്ട് ആസ്വദിക്കാനായിട്ട് ജീവിതം സമർപ്പിച്ചവനാണോ എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു പട്ടണത്തിലാണ് പൗലോസ് അപ്പോസ്തോലൻ സഭ സ്ഥാപിക്കുന്നത്. നോക്കൂ, എന്തുമാത്രം വെല്ലുവിളികളാണ് അപ്പോസ്തോലന് നേരിടേണ്ടി വരുന്നത്. വെറും ലൗകികരായ മനുഷ്യരെ ആത്മീയതയുടെ പാരമ്യത്തിലേക്ക് നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അപ്പോസ്തോലൻ സ്വയം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, 4 ലേഖനങ്ങൾ അവർക്ക് വേണ്ടി എഴുതി. അവരെ തള്ളിക്കളയാനാവില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മർമ്മം അവരെ ഗ്രഹിപ്പിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ക്രിസ്തീയമായ ജീവിത ശൈലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് പല പ്രാവശ്യം കൊരിന്ത് സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല പല ലേഖനങ്ങളും കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയിട്ടുമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ലേഖനത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത് എന്ന് ചെറിയ രീതിയിൽ ചിന്തിക്കാനുള്ള സമയം നമുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ലേഖനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വരികയാണ്. കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പ്രധാനമായി 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ സൂചിപ്പിക്കുന്നത് കക്ഷിഭേദവും ഭിന്നതകളും. ഇതാണ് ആദ്യത്തെ 4 അധ്യായങ്ങൾ പരാമർശിക്കുന്നത്. നിങ്ങളത് വായിച്ചു പഠിച്ചവരായിരിക്കും. 4 പക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം കൊരിന്തിലെ ആളുകൾ പറയുന്നു, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരാണ് എന്ന്. മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നു, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരാണെന്ന്. വേറൊരു കൂട്ടം ആളുകൾ പറയുന്നു, ഞങ്ങൾ കേപ്പാവിന്റെ പക്ഷക്കാരാണെന്ന്. വേറൊരു കൂട്ടം ആളുകൾ പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണെന്ന്. ഇതിലേതാണ് ശരി? ഇതാണ് അവരിൽ ഉണ്ടായിരുന്ന തർക്കം. അപ്പോൾ കൊരിന്ത്യ സഭയിൽ ഉണ്ടായ തർക്കങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് പൗലോസ് അപ്പോസ്തോലനെ അറിയിക്കുന്നതിന് വേണ്ടി കൊരിന്ത് സഭയിലെ ചില പ്രതിനിധികൾ പൗലോസിനെ സന്ദർശിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ ആയ ക്ലോവ എന്ന് പറയുന്ന ഒരാൾ ചില കാര്യങ്ങൾ പൗലോസിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ആളുകളെ വിട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്ത്രീയാണ്. അവർക്ക്
ഈ ക്ലോവ എന്ന് പറയുന്ന സ്ത്രീക്ക് സഭയുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഇവിടെ സഭ ഉണ്ടാകാനായിട്ട് അധ്വാനിച്ച പൗലോസിനോട് ചോദിക്കണം, പറയണം, ഇതിനെന്താണ് ഒരു പരിഹാരം. അതിനുവേണ്ടി ആ സ്ത്രീ ആളുകളെ വിടുന്നുണ്ട്. അതാണ് ക്ലോവയുടെ ആളുകൾ പറഞ്ഞു എന്ന് അപ്പോസ്തലൻ പറയുന്നത്. വേറെ ചില ആളുകളും പൗലോസിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചിലർ സംശയങ്ങൾ എഴുതി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ കിട്ടിയ അറിവ് വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ഭിന്നതയുണ്ട്, കക്ഷി വഴക്കുകൾ നിങ്ങളിലുണ്ട്. നാം ഒന്ന് ചിന്തിക്കൂ, പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ സഭയോടാണെങ്കിൽ ഇത് തന്നെ പറയില്ലേ? കക്ഷി വഴക്കുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് ദൈവികമാണോ? ഈ ഭിന്നത വിഭജനം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവികമല്ല. ഐക്യവും ഒന്നിപ്പുമാണ് ദൈവികമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല. കൊരിന്തിലെ സഭയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ പ്രശ്നം കക്ഷി വഴക്കും ഭിന്നതകളുമാണെങ്കിൽ നമുക്ക് അതിന് ഒരു എക്സ്ക്യൂസ് ഉണ്ട്. എന്താണ് എക്സ്ക്യൂസ്? ഒരു പുത്തൻ സഭ ഉണ്ടായിട്ടേ ഉള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിലൊന്നും അവർ പഠിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ ജീവിത ശൈലി എന്താണെന്ന് അവർ ഗ്രഹിച്ചിട്ടില്ല. ഒരു പൊതു ക്രിസ്ത്യാനികളാണ് അവർ. അവരുടെ ഇടയിൽ ഭിന്നതയും കലഹവും ഉണ്ടാകാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ 2000 കൊല്ലം കഴിഞ്ഞ് ക്രിസ്തു ആരാണെന്നും ക്രിസ്തീയ ജീവിതം എന്താണെന്നും ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നും ക്രിസ്തു ആഗ്രഹിക്കുന്ന എന്താണെന്നും തിരിച്ചറിഞ്ഞ നമ്മുടെ ഇടയിൽ ഇത് വീണ്ടും നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ലജ്ജയാണോ ദുഃഖമാണോ സങ്കടമാണോ തോന്നേണ്ടത്? അപ്പോസ്തലന്റെ ആ ചോദ്യം കൊരിന്തിനോട് മാത്രമല്ല നമ്മോടും കൂടെയാണെന്നുള്ള ബോധ്യമുണ്ടാകണം. ഇത് കേൾക്കുമ്പോൾ നാം വിചാരിക്കും സഭയെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന്. നോ, സഭയെക്കുറിച്ചല്ല പറയുന്നത്. വ്യക്തിപരമായി നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പല മേഖലകളിലും ഈ ഭിന്നതയുണ്ട്. അത് സഭയിൽ മാത്രമൊന്നുമല്ല. അതുകൊണ്ട് ദൈവീകരാകുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടണം. കക്ഷി വഴക്കിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണ് പൗലോസ്. നിങ്ങൾക്കറിയാം അപ്പൊല്ലോസ് ആരാണെന്ന് അറിയാം. പൗലോസ് പോയതിനു ശേഷം അവിടെ വന്ന് സുവിശേഷം അറിയിച്ച ഒരാളാണ് അപ്പൊല്ലോസ്. കേപ്പാവ് എന്ന് പറഞ്ഞ പത്രോസാണ്, പത്രോസ്ലീഹായാണ്. ക്രിസ്തുവിനെ നമുക്കറിയാം. അപ്പൊ ഈ 4 പേരുടെ പേരിലും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് അവരോട് മറുപടി പറഞ്ഞത് അപ്പോസ്തലൻ? പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവമാണ്. ഈ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. വ്യക്തി പൂജയോ ഏതെങ്കിലും ഒരാളുടെ ഫാൻസ് അസോസിയേഷനായി മാറുകയല്ല വേണ്ടത്. നിങ്ങൾ ആര് നിങ്ങളെ ദൈവിക മാർഗത്തിലേക്ക് കൊണ്ടുവന്നാലും നിങ്ങൾ ദൈവികരായി ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഭിന്നത മക്കളെ ദൈവികമല്ല. ഇതാണ് അപ്പോസ്തലന് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് സ്വയം ചിന്തിക്കാം. നമുക്ക് സഭയിലായാലും നാം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിലായാലും ഭവനങ്ങളിലായാലും ഭിന്നതയുടെ ആത്മാവ് കലക്കത്തിന്റെ ആത്മാവാണ്, പൈശാചിക ഭാവമാണത്. അതിനെ അതിജീവിക്കുവാനായിട്ട് അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് സ്വീകരിക്കാം. ജീവിതത്തിലെ എല്ലാ നന്മകളും ദൈവ വഴിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു എല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. അതിന് പലരും മുഖാന്തിരങ്ങളാകുമെന്ന് മാത്രം. വളരെ സരളമായി ചിന്തിച്ചാൽ മണി ഓർഡർ കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം പോസ്റ്റ്മാൻ വീട്ടിലേക്ക് കൊണ്ടുവരും മണി ഓർഡർ ആയിട്ട്. പണ്ടൊക്കെ ഭർത്താവ് പണം അയക്കും, ഇവൾ പോസ്റ്റ്മാനെ കാത്തിരിക്കും, പോസ്റ്റ്മാൻ പണം കൊടുക്കും. എന്നിട്ട് എല്ലാ ദിവസവും അവൾ പോസ്റ്റ്മാനെ കാത്തിരിക്കാൻ തുടങ്ങി. പോസ്റ്റ്മാൻ പണം കൊണ്ടുവരാൻ ഭർത്താവ് അയച്ചാലേ കിട്ടുള്ളൂ. ഒടുവിൽ ഈ സ്ഥിരം പൈസ കൊണ്ടു കൊടുക്കുന്ന പോസ്റ്റ്മാന്റെ കൂടെ അവൾ പോയി. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ സ്വഭാവം. ദൈവമാണ് നമുക്ക് അനുഗ്രഹങ്ങളെ അയച്ചു തരുന്നത്. ആ ദൈവത്തോടാണ് നമുക്ക് കൂറും സ്നേഹവും ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരോട് ബഹുമാനം ഉണ്ടാകാം, പക്ഷെ അതിൽ കവിഞ്ഞുള്ള ബാധ്യതകളൊന്നും. പൗലോസ് തന്നെ ഇപ്പൊ ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയ ദൈവമാണ്. ഓർക്കുക, ജീവിതത്തിൽ നന്മകൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ ഒന്നു മാത്രമാണ്.
പലരും അതിന് മുഖാന്തിരങ്ങളായിരിക്കും. അവരോട് നന്ദി വേണം, അവരോട് റെസ്പെക്റ്റ് വേണം. പക്ഷെ ദൈവത്തോടാണ് നമുക്ക് കടപ്പാടുള്ളത്. ഇത് നാം ഗ്രഹിക്കണം. അതുകൊണ്ട് പക്ഷം പിടിക്കരുത്. ക്രിസ്തുവിൽ നാം ഒന്നാണ്. നാം ഒരപ്പത്തിന്റെ അംശികളാണ്. ഒരു വിശ്വാസം പങ്കുവെക്കുന്നവരാണ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ഒരാത്മാവിലാണ് നാം ചരിക്കുന്നതും ജീവിക്കുന്നതും. അതുകൊണ്ട് നാം ഭിന്നതയുടെ ആത്മാവിനെ ഉപേക്ഷിച്ച് ഐക്യത്തിന്റെ ആത്മാവിലേക്ക് വളരണം എന്നും ഒടുവിൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിയാണെന്നർത്ഥം. നിങ്ങൾ ദൈവത്തിന്റെ പള്ളിയാണ്. ഒരു പള്ളി എത്ര കണ്ട് പവിത്രമാകണം, അതുപോലെ നിങ്ങൾ പവിത്രരാകണം. ദൈവാത്മാവാണ് നിങ്ങൾ വസിക്കുന്നത്. അവിടെ ആരാണ് കേമൻ എന്നുള്ള ചിന്തകളോ കക്ഷി വഴക്കുകളോ ഭിന്നതകളോ അതിനൊന്നും സ്ഥാനമില്ല. ഈ ഐക്യത്തിലേക്ക് നമുക്കും നടന്നു കയറാൻ സാധിക്കണം. പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ ആ വിധത്തിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ കൊരിന്തിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അധാർമികതയും ലൈംഗിക പാപങ്ങളും. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. അത് 5-6 അധ്യായങ്ങളിലാണ് വിവരിക്കുന്നത്. 5-6 അധ്യായങ്ങളിൽ എന്താണ് അവിടെ? ഞാൻ 5-ലെ പറഞ്ഞല്ലോ, നേരെ ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് എന്റെ മുമ്പത്തെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതിനർത്ഥം പൗലോസ് നേരത്തെ പല പ്രാവശ്യം അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ കൊരിന്ത്യനാണ്, പക്ഷേ കൊരിന്ത്യന്റെ സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കണം. ആസ്വാദനങ്ങളുടെ പുറകെ പോകാൻ നിങ്ങൾക്ക് ഇനിയും പാടില്ല. കാരണം നിങ്ങൾ ദൈവീകരാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ശരീരം വിശുദ്ധമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അതിനെ തെറ്റായ പ്രവണതകൾക്ക് ഉപയോഗിക്കരുത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നമ്മുടെ സഭാഗാത്രത്തെ ദുഷിപ്പിക്കുന്ന തിന്മ ചെയ്യുന്നവൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവനെ നീക്കിക്കളയണം. എന്തിനു വേണ്ടിയാണ് അവനെ നീക്കിക്കളയുന്നത്? അവന്റെ തെറ്റായ പ്രവണതകൾ സഭയുടെ മറ്റു മക്കളിലേക്ക് വ്യാപിക്കാതിരിക്കുവാനും, 2, അവൻ സഭയുടെ ഭാഗമാണെന്ന് അഭിമാനിച്ച് തിന്മ ചെയ്താൽ എന്നോട് ചോദിക്കാൻ ആരുമില്ല എന്നുള്ള അഹംഭാവം അവനുണ്ടാകും. അപ്പോൾ പിന്നെ അവന് മാനസാന്തരപ്പെടാൻ പറ്റില്ല. അവൻ മാനസാന്തരപ്പെടണമെങ്കിൽ അവനെ ഒന്ന് മാറ്റി നിർത്തണം. അപ്പോൾ അവന് തോന്നും, ഞാൻ സഭയിൽ നിന്ന് അന്യമായി പോകുന്നല്ലോ, അതുകൊണ്ട് എന്റെ പാപത്തിൽ നിന്ന് ഞാൻ പിന്തിരിയണം എന്നൊരു ബോധ്യം അവനുണ്ടാകാൻ വേണ്ടി, അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് അവനെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ തിന്മ പ്രവേശിക്കുന്ന വാതിലുകൾ അടയ്ക്കണം എന്നാണ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. തിന്മ പ്രവേശിക്കുവാൻ സാധ്യതയുള്ള വാതിലുകൾ അടച്ചിടുവാനുള്ള ഈ കൊരിന്ത്യ സഭയുള്ള ആഹ്വാനം നമ്മോടും കൂടെയാണ്. ധാർമ്മിക ജീവിതത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് പാപം ചെയ്യുന്നത് മറ്റാരും കാണരുതെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതുമില്ല. പരസ്യമായി പാപം ചെയ്യാനും തെറ്റ് ചെയ്തിട്ട് കുറ്റബോധമില്ലാതെ തല നിവർത്തി നടക്കാനുമുള്ള ധൈര്യം അവർ ആർജിച്ചു കഴിഞ്ഞു. ഈ ലോക വ്യവസ്ഥിതി അങ്ങനെയാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാം അപ്പോസ്തലന്റെ ഈ വാക്കുകൾ. വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ് നാം, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് പാപ സ്വഭാവത്തിൽ നിന്ന് അകന്നിരിക്കണം. ഇതാണ് അധാർമികതയെക്കുറിച്ചുള്ള പൗലോസിന്റെ നിഗമനം. രണ്ടാമത് 5-6 അധ്യായങ്ങൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് കോടതികളിൽ നിങ്ങൾക്ക് വ്യവഹാരമുണ്ട്. സഭയുടെ മക്കൾ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിജാതികളുടെ കോടതികളെ അഭയം പ്രാപിക്കുന്നു. അവരെന്തെങ്കിലും വിധിച്ചാൽ അതാണ് ന്യായമെന്ന് വിചാരിച്ച് നിങ്ങൾ അത് സ്വീകരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, കഴിവുള്ള ആരും നിങ്ങളുടെ ഇടയിലില്ലയോ? ഈ മറ്റുള്ളവര് ന്യായം പറയുമ്പോൾ അത് ശിരസാവഹിച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിജ്ഞാനികളായവരില്ലയോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ സാമാന്യം ഒരു അപമാനമാണ്. മാത്രമല്ല അത് പരിഹരിക്കാനായിട്ട് നമ്മുടെ നേതൃത്വത്തോട് പറയണം. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കരുത് എന്നുള്ളതാണ്.
ഇന്നത്തെ നിയമ വ്യവസ്ഥിതിയിൽ ഈ വാക്കുകൾ എത്ര കണ്ട് പ്രസക്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കോടതി വ്യവഹാരം എന്നതിനൊക്കെ പരസ്പരം നമുക്കുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അത് സഹോദരങ്ങളായിട്ടായാലും മാതാപിതാക്കളായിട്ടായാലും അയൽക്കാരായിട്ടാണെങ്കിലും ഇടവകയിൽ മറ്റുള്ളവരായിട്ടും ഒക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു സംവിധാനം അത് പ്രയോജനപ്പെടുത്തണം. ചിലര് അഡമന്റായി നിൽക്കും, ആരെന്തു പറഞ്ഞാലും അതല്ല. പരസ്പരം സ്നേഹത്തോടുകൂടെ വിഷയങ്ങളെ കാണാനും ഒരു നല്ല തീരുമാനമെടുക്കാനും പ്രാർത്ഥനയിലൂടെ കഴിയുമെങ്കിൽ അതാണ് സഭയുടെ വളർച്ചയ്ക്ക് നിദാനം. ആത്മീയത അവിടെയാണ് കാണുന്നത്. അല്പം ത്യാഗം സഹിച്ചാലും വിട്ടുവീഴ്ച ചെയ്താലും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ എന്റെ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കുമെന്നുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കണം എന്നതാണ് പൗലോസിനെ ഈ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അപ്പോസ്തലനും പറയുന്നുണ്ട്. ജീവനുള്ള മനുഷ്യർ തമ്മിൽ ഇടപെടുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് പറഞ്ഞു തീർക്കാനാവണം. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞാൽ പുറം ലോകത്ത് അതൊരു സാക്ഷ്യമാണ്. ക്രൈസ്തവർ പ്രശ്നങ്ങളെ നേരിടുന്ന വിധം എന്താണെന്ന് അവർ കാണണം. ഏത് പ്രയാസങ്ങൾ പരസ്പരമുണ്ടെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലും അത് രമ്യമായി പരിഹരിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണമെന്നർത്ഥം. ഇതാണ് കൊരിന്ത്യ ലേഖനത്തിൽ രണ്ടാമത് പറയുന്ന കാര്യം. മൂന്നാമത് പറയുന്നത് വിവാഹ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ്. വിവാഹ ജീവിത 7-ാം അധ്യായത്തിലാണ് പറയുന്നത്. കൊരിന്തിൽ ഞാൻ പറഞ്ഞല്ലോ, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് അപ്പോസ്തലൻ, അത് ദൈവഹിതമാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ അവർ പൂർണ്ണമായിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണം. അല്ലാതെ ലോകപ്രകാരമുള്ള കെട്ടുപാടുകളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവിവാഹിതനായിരിക്കുന്നതല്ല. മറിച്ച് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും എനിക്ക് സമയം ലഭിക്കാൻ വേണ്ടി ഞാൻ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതിൽ വിഷയമില്ല. അത് പൗലോസ് അനുവദിക്കുന്നുമുണ്ട്. പക്ഷെ അല്ലെങ്കിൽ അഴലുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ അടിത്തറയാണ് വിവാഹം. അത് നിർമ്മലമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം എന്നുള്ളതാണ്. വിവാഹ ജീവിതത്തിന്റെ പരിശുദ്ധി പാലിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ ആവിയിൽ ഓടുന്ന തീവണ്ടികളുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു. ആ തീവണ്ടിയുടെ യന്ത്രം, എഞ്ചിനുള്ളിൽ വലിയൊരു സിലിണ്ടറാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ തിളച്ചു മറിയും. നീരാവിയായിട്ട് ആ ശക്തി കൊണ്ടാണ് തീവണ്ടി ഓടുന്നത്. ഇപ്പോൾ കറണ്ടൊക്കെ ആയിട്ടോ. അപ്പോൾ ഈ തീവണ്ടി എഞ്ചിനുള്ളിൽ വെള്ളം തിളച്ചു മറിയുന്നത് കൊണ്ട് ഒരാൾക്കും പൊള്ളലേൽക്കില്ല. കാരണം അത് ആ എഞ്ചിനകത്താണ്. പൊള്ളലേൽക്കില്ല എന്ന് മാത്രമല്ല, അത് ആ തീവണ്ടിയുടെ ശക്തിയും കൂടെയാണ്. അതിനെ മുൻപോട്ട് നയിക്കുന്നത് ആ ശക്തിയാണ്. അപ്പോസ്തലന്റെ ഭാഷയിൽ വിവാഹ ജീവിതം ഇതുപോലെ തന്നെയാണ്. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് പവിത്രമാണ്, നിർമ്മലമാണ്. നിങ്ങൾ പരസ്പരം ഉള്ള ബന്ധം, ഈ പാരസ്പര്യത്തിന് പുറത്ത് ബന്ധം നീളുമ്പോഴാണ് തിളച്ച വെള്ളം പുറമേക്ക് വന്നാൽ എങ്ങനെയുണ്ടാകും? പൊള്ളൽ ഏൽക്കും. കുടുംബജീവിതത്തിൽ പൊള്ളലേൽക്കുന്ന അനുഭവം ഉണ്ടാകരുത്. കുടുംബജീവിതത്തിൽ നിങ്ങൾ എത്ര കണ്ട് സ്നേഹത്തിൽ തിളച്ചുമറിഞ്ഞാലും അത് കുടുംബജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്. പക്ഷേ അത് വിട്ടുള്ള ഒരു തിളപ്പുണ്ടല്ലോ, അത് പൊള്ളലേൽപ്പിക്കും. അതുകൊണ്ട് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പവിത്രമായ വിവാഹ ബന്ധത്തെ പവിത്രമായി സൂക്ഷിച്ചില്ലെങ്കിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. നമുക്കും കുടുംബജീവിതത്തിന്റെ മഹത്വത്തെ ധ്യാനിക്കുമ്പോൾ ഇത് ഓർക്കാം. മണവാളന്റെയും മണവാട്ടിയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെ ജീവിതത്തിലെ സ്നേഹം തിളച്ചു മറിയട്ടെ. അത് ഒരു ശക്തിയാണ് കുടുംബജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, തീവണ്ടിയെ പോലെ. എന്നാൽ പുറമേക്ക് അല്പമെങ്കിലും അതിന്റെ പൊള്ളലേൽക്കാൻ ഇടയാകാത്ത വിധത്തിൽ വീടിനുള്ളിൽ, അതായത് അവർ തമ്മിലുള്ള ബന്ധത്തിൽ അത് നിലനിർത്തണം. അല്ലാത്തതിനെയാണ് നമ്മൾ അവിഹിതമെന്നും വ്യഭിചാരമെന്നും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന കൊരിന്ത്യരെ, ഇക്കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധാലുക്കളാകണം. ശരീരത്തെ ആസ്വാദനത്തിന് വിട്ടുകൊടുത്ത്
അധാർമികത പ്രവർത്തിക്കുന്നവരാകരുത് നിങ്ങൾ. കുടുംബ ജീവിതത്തിലെ സന്തോഷവും സ്നേഹവും നിങ്ങൾ പരമാവധി നുകരണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യണ്ട. പക്ഷെ പുറത്തേക്ക് ആ ബന്ധം വ്യാപിക്കരുത് എന്ന് മാത്രം. കൊരിന്ത്യ സഭയിലെ അടുത്ത പ്രശ്നം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലാണ് പറയുന്നത്. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്. കൊരിന്ത്യയിലെ സഭയിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതിസന്ധി. എന്താണത്? കൊരിന്തിലെ ഭരണം ക്രിസ്ത്യാനിക്കല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൊരിന്തിലെ സാധാരണ ഗവൺമെന്റ് ഭരണകർത്താക്കൾ അവിടെ മാംസം അറുത്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ കൊരിന്തിലെ ദേവിക്ക് പ്രതിഷ്ഠിക്കണം. ഒരു ചെറിയൊരു കർമ്മം. അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടേ ആ ഇറച്ചി പുറത്ത് വിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് കൊരിന്തിൽ കിട്ടുന്ന മാംസം മുഴുവൻ ദേവിക്ക് പൂജിച്ച മാംസം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കഴിക്കാമോ എന്നുള്ളതാണ് കൊരിന്ത്യരുടെ സംശയം. ഈ പ്രശ്നം ചിലർക്കൊക്കെ നേരിടാറുണ്ട് അല്ലേ? അരവണ കഴിക്കാമോ, പായസം മറ്റ് ദേവന്മാർക്ക് പൂജിച്ചത് കഴിക്കാമോ എന്നൊക്കെയുള്ള സംശയം പലരുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ അപ്പോസ്തലൻ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയവും പക്വവുമാണ്. എന്താണ് പറയുന്നത്? ആർക്ക് പൂജിച്ചാലും നമ്മെ സംബന്ധിച്ച് അവരൊന്നും ദൈവമല്ല. കല്ലിനും മണ്ണിനും അവര് കൊണ്ടുവച്ച് എന്ത് ചെയ്താലും നമുക്കത് ബാധിക്കില്ല. കാരണം നമുക്ക് ദൈവം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു പൂജയും നമ്മെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അത് കഴിക്കുന്നതിന് അപാകതയൊന്നുമില്ല. ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ ആ പക്ഷയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പക്ഷയാണ് ഏറ്റവും പ്രധാനം. ഒരു ദുർബല ഹൃദയനായ മനുഷ്യൻ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ള നീ ദേവിക്ക് പൂജിച്ച ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അവന് അറിവില്ല, ജ്ഞാനമില്ല. അതുകൊണ്ട് അവൻ വിചാരിക്കും ആ ദേവിക്ക് അർപ്പിച്ചതും ഒരു പ്രശ്നവും ഇല്ലല്ലോ, അപ്പൊ ആ ദേവിയും ശരിയാണോ എന്നൊരു സംശയം അവന്റെ ഉള്ളിലുണ്ടാകാം. വിജാതീയ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചത് നീ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ അതിന്റെ തിയോളജി ഒന്നും അവൻ ഓർക്കില്ല. അവൻ ചിന്തിക്കുക, ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മുടെ അച്ഛൻ കഴിക്കുന്നു, അല്ലെങ്കിൽ സമാജത്തിലെ അംഗങ്ങൾ കഴിക്കുന്നു, അതുകൊണ്ട് ഇതൊക്കെ എനിക്കും വേണമെങ്കിൽ അവിടെ നിന്ന് പോയി കാണുകയൊക്കെ ചെയ്യാം, വേണമെങ്കിൽ അവിടെ ഒന്ന് മല ചവിട്ടാൻ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മെ സംബന്ധിച്ച് ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ ജ്ഞാനം കുറഞ്ഞവർക്ക്, അറിവിൽ ശിശുക്കളായവർക്ക് നീ അത് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഇടർച്ചയുണ്ടാകും. അത് ശരിയാണെന്നൊരു തോന്നലുണ്ടാകും. അതിന്റെ തത്വങ്ങളൊന്നും അവർ മനസ്സിലാക്കില്ല. അവർ കാണുമ്പോൾ ദേവനെ പൂജിച്ചത് ഭക്ഷിക്കുന്നു, അപ്പോൾ എനിക്കും ഭക്ഷിക്കാലോ, ഈ ഒരു തോന്നലുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ബലഹീനനായ സഹോദരനെ ഓർത്ത് നീ അത് ഭക്ഷിക്കരുത്. നമ്മുടേതല്ലാത്ത യോഗങ്ങളിലൊക്കെ പോകുന്നതിനെ കുറിച്ച് അച്ഛന്മാർ പറയാറുണ്ട് ചിലപ്പോൾ. അതിനൊന്നും പോകരുതെന്ന്. ഒരു യോഗത്തിന് പോയതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. അറിവുള്ളവർ അങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ അറിവില്ലാത്തവർ വിചാരിക്കും അതിനൊന്നൊരു പ്രശ്നമില്ല, നമുക്കും അവിടേക്ക് പോകാമെന്ന്. അറിവില്ലാത്തവൻ അവിടുത്തെ വചനം കേൾക്കുമ്പോൾ തെറ്റായ വിശ്വാസത്തിലേക്ക് വഴുതിപ്പോയാൽ ആരാണ് ഉത്തരവാദി? ഞാനും നിങ്ങളുമാണ്. കാരണം നമ്മളൊരു മാതൃക കാണിച്ചു കൊടുത്തു അങ്ങോട്ട് പോകാൻ. നമ്മളൊന്നും വഴിതെറ്റില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ വിശ്വാസമൊന്നും ത്യജിക്കില്ല. പക്ഷെ ദുർബല ഹൃദയൻ, ജ്ഞാനം കുറഞ്ഞവൻ, വേണ്ടത്ര മനസ്സിനെ ശക്തിയില്ലാത്തവൻ, ഞാൻ പോയ സ്ഥലമല്ലേ അതുകൊണ്ട് എനിക്കും പോകാമെന്ന് വിചാരിച്ചു പോയാൽ അവൻ വഴിതെറ്റും. അവൻ വഴിതെറ്റിയാൽ അതിന്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമാണ്. ഇതാണ് അതിന്റെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലന്റെ വാക്കുകൾ എങ്ങനെയാണ്? നീ ചെയ്യുന്ന ഏത് കാര്യവും നിനക്ക് ശരിയാണെന്ന് മാത്രം തോന്നിയാൽ പോരാ. നിന്റെ ശരി കൊണ്ട് മറ്റൊരുത്തനെ ഒരു ദോഷം വരരുത്. അന്യന്റെ ആത്മീയ വർധന ആഗ്രഹിക്കുന്നവർ നിന്റെ പ്രവൃത്തി കൊണ്ട് അവനത് മാതൃകയെല്ലാം തോന്നാൻ ഇടവരരുത്. അല്ലെങ്കിൽ നീ ചെയ്യുന്നത് എനിക്കും ചെയ്യാമെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി, സഹോദരനെ ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി
നീ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാണ് പറയുന്നത്. അവിടെ അപാകത ഉണ്ടായിട്ടല്ല. മറ്റൊരാൾക്ക് അതുകൊണ്ട് ഇടർച്ച വരരുത്. അതുകൊണ്ട് വിഗ്രഹാർപ്പിതമൊന്നും ഇല്ല, കാരണം നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയും അറിവില്ലാത്തവൻ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജ്ഞാനമുള്ളവർ ജ്ഞാനമില്ലാത്തവരുടെ മനസാക്ഷിയുടെ ബലഹീനത ഹേതുവായിട്ട് ഇങ്ങനെയുള്ളതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതാണ് അഭികാമ്യം, നല്ലത് എന്നാണ്. അടുത്തത് 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാണ്. 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ സ്നേഹത്തിന്റെ മധുരഭാവം ഉള്ള കാവ്യമുണ്ട്, നമുക്കറിയാം. 13 ഇവിടെ ആരാധനാ ശുശ്രൂഷകളിൽ ചില പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. കൊരിന്തിലെ സഭയാണ്, ആദിമസഭയാണ്. നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ടാകും, ആദിമസഭ എല്ലാം വിശുദ്ധമായിരുന്നു എന്ന്. അതല്ല, ലോകത്തിന്റെ എല്ലാ കളങ്കങ്ങളും ഒക്കെ ആദിമസഭയിലും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് കൊരിന്തിലെ സഭ. ആദിമസഭയാണ് കൊരിന്തിലെ സഭ. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം തിന്മയില്ലാത്ത നന്മ മാത്രമുള്ള ജീവിത ശൈലി ഒരു സഭയിലും സാധ്യമല്ല. ദൈവം മാത്രമേ അങ്ങനെ ഉള്ളൂ, പാപമില്ലാത്തവൻ. മനുഷ്യരാണെങ്കിൽ മാനുഷിക പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അത് ആദിമസഭയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നിരവധി പ്രശ്നങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ്. നമുക്ക് അറിഞ്ഞിട്ടാണ് പലതും തിന്മ ചെയ്യുന്നത്. അവർ ന്യായമായും സംശയങ്ങൾ അവർക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അത് തീർത്തു കൊടുക്കുകയാണ്. ഇപ്പോൾ 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അവർക്കുണ്ട്. അതിലൊരു സംശയം ഇതാണ്: സ്ത്രീകൾ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ തല മൂടണമോ? ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ആരാധനയ്ക്ക് ശേഷം നടക്കുന്ന സ്നേഹവിരുന്നിൽ ചില ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. ക്രിസ്തീയമല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം? മൂന്നാമതായിട്ട്, ആത്മാവിന്റെ പേരും പറഞ്ഞ് ചില പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേക വരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ്, ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വെവ്വേറെ ഭാഷകൾ പറയുന്നു, അന്യഭാഷ പറയുന്നു, പിന്നെ പ്രവചനം നടത്തുന്നു. ഇങ്ങനെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിധത്തിൽ ആരാധനയെ ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ദൈവത്തിന്റെ അടുത്ത ആളുകളാണെന്നും ദൈവം സംസാരിക്കുന്ന ഭാഷയാണ് സംസാരിക്കുന്നതെന്നൊക്കെയുള്ള ഭാവത്തിൽ ഒരു ആത്മീയ നിഗളം അവിടെ ഉണ്ടായിരുന്നു. ആത്മീയരെന്ന് പറയുന്ന ആളുകളിൽ ആത്മീയ നിഗളം ഉണ്ടായിരുന്നു. കൃപാവരങ്ങൾ പ്രാപിച്ചവരാണ് ഞങ്ങൾ എന്നുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലൻ എന്താണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെന്നും പരിശുദ്ധാത്മാവിലുള്ളവർ എങ്ങനെയാണ് ജീവിക്കുക എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധാത്മ വരങ്ങൾ, കൃപാവരങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതെല്ലാം നൽകിയിരിക്കുന്നത് സഭയുടെ പണിക്ക് വേണ്ടിയാണ്, സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയാണ്. ദൈവം തന്ന ആത്മീയ വരങ്ങൾ തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ളതാണ്. അല്ലാതെ വ്യക്തിപരമായി ആത്മീയ നിഗളം ബാധിച്ച് സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളതല്ല. ആത്മീയ വരങ്ങൾ ഉള്ളവർ അതിന്റെ പേരിൽ പണം ഉണ്ടാക്കരുത് എന്നർത്ഥം. സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ആത്മീയ വരങ്ങൾ. അത് സൗജന്യമായി കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ആത്മീയ നിഗളം വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. കൃപാവരങ്ങൾ പൊതുവിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ നിധി പൊതുവിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ വെറും കാര്യസ്ഥന്മാരാണ്. നിങ്ങളെ ഭരമേൽപ്പിച്ചു എന്ന് മാത്രം, അത് ഭംഗിയായി ചെയ്യണം. അതിൽ അപാകതയുണ്ടാകരുത് എന്നും, വാസ്തവത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സ്നേഹം തന്നെയാണ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും.
സ്നേഹത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞെങ്കിൽ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവമക്കളും സ്നേഹത്തിൽ നിറഞ്ഞവരാകണം. സ്നേഹത്തിന്റെ പ്രത്യേകതകളും സ്വഭാവങ്ങളും ഒക്കെ ഒന്നൊന്നായിട്ട് എടുത്തു പറയുന്നുണ്ട്. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ അപ്പോസ്തലൻ കൊരിന്ത്യരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കൃപാവരങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള സ്നേഹമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾ വാഞ്ചിപ്പിൻ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്നുള്ള അപ്പോസ്തലന്റെ വാക്കുകൾ ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അതോടൊപ്പം തന്നെ ആരാധനയിൽ ചില ക്രമീകരണങ്ങൾ വേണമെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ കുറച്ചാളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെ ചുറ്റും ഇരിക്കാൻ പറ്റും. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആരാധനയ്ക്ക് ഒരു ഫോമുണ്ട്, ഒരു നിശ്ചിത രൂപമുണ്ട്, ഒരു ഘടനയുണ്ട്. അത് ലോകത്തിന്റെ ആരംഭത്തിൽ ഒന്നിനും ഒരു ക്രമമുണ്ടായിരുന്നില്ല. ക്രമമില്ലാത്ത പാഴും ശൂന്യമായ അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് പൊരുന്നിയിരുന്നപ്പോൾ പരിവർത്തനമുണ്ടായി, എല്ലാറ്റിനും ഒരു ക്രമമുണ്ടായി. ഇതുപോലെ ആദിമസഭയുടെ ആരാധനയിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ടാകും, ഒരു ക്രമമുണ്ടാകും. അത് നിങ്ങൾ പാലിക്കാൻ കടപ്പെട്ടവരാണ്. ദൈവത്തിന് എന്ത് ക്രമമെന്നൊന്നും ചോദിക്കുകയല്ല. ആരാധനയ്ക്ക് ആളുകളുടെ എണ്ണം കൂടുമ്പോൾ എല്ലാവർക്കും ആരാധിക്കാവുന്ന വിധത്തിൽ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അത് നിങ്ങൾ അനുസരിക്കണം. മാത്രമല്ല, സ്ത്രീകളെ കുറിച്ച് അപ്പോസ്തലൻ ആ കാലഘട്ടത്തിലെ ചിന്തയാണ് പറയുന്നത്. ഭർത്താവിന് കീഴടങ്ങി വിധേയപ്പെട്ട് കഴിയണം. സൗമ്യതയുടെ പര്യായമായ തല നിങ്ങൾ മൂടണം. വിധേയത്വത്തെ കാണിക്കാൻ വേണ്ടിയാണത്. അവിടെ ആരാണ് മേലെ, ആരാണ് ചെറുത്, ആരാണ് വലുതെന്നുള്ളതല്ല. സ്നേഹത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ഓർക്കണം, ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു വിനയം നിങ്ങൾക്കുണ്ടാകാൻ അതിന്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾ തല മൂടണം. മറ്റു ചില കാര്യങ്ങളും പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ലോക സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകൾ വിധേയത്വമുള്ളവരാകണം എന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. അത് ആ കാലഘട്ടത്തിന്റെ ദൈവാത്മാവിൻ നടത്തിപ്പായിരിക്കണം. അത് നമുക്ക് സ്വീകരിക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവാത്മാവ് തന്നെ നമ്മെ വഴി നടത്തുന്നുണ്ട്. ആ വിധത്തിൽ സ്ത്രീകൾക്ക് പല സ്ഥാനങ്ങളും സഭ തന്നെ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് നാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ദൈവാത്മാവ് സഭയിലൂടെ പ്രവർത്തിക്കും, സമൂഹത്തിലൂടെ പ്രവർത്തിക്കും. അതുകൊണ്ട് സ്ത്രീകൾ, അവരെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് വിധേയപ്പെട്ട് ജീവിക്കുക മാത്രമാണല്ലോ എന്ന് ചിന്തിക്കേണ്ട. ദൈവാത്മാവ് ഇന്നും സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിന് അനുസൃതമായ വ്യത്യാസങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആത്മാവ് തന്നെ അതിനു വേണ്ട വഴികൾ ഒരുക്കും എന്ന് ന്യായമായിട്ടും നമുക്ക് ചിന്തിക്കാം. അവസാനമായിട്ട് അപ്പോസ്തലൻ പറയുന്നത് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ്. നമുക്കും അറിയാവുന്ന വിശ്വാസ പ്രമാണം സമാപിപ്പിക്കുമ്പോൾ മരിച്ചുപോയ പുനരുദ്ധാനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ്. കൊരിന്ത്യ സഭയ്ക്ക് അന്യമായ ഒരു സംവിധാനമാണത്. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം. വിശ്വാസപരമായ സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ ലോകപ്രകാരമുള്ള ജ്ഞാനം കൊണ്ടാവില്ല എന്നും ദൈവം വെളിപ്പെടുത്തി തരുമ്പോഴേ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഉറപ്പും ധൈര്യവും കിട്ടുള്ളൂ എന്നും അപ്പോസ്തലൻ സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ചെറിയ തലച്ചോറ് കൊണ്ട് ദൈവത്തെ അളക്കുവാനോ ദൈവത്തെ ഗ്രഹിക്കുവാനോ ഈ ഭൗതിക ലോകത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനോ ഒക്കെ പരിമിതിയുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ വെളിപാടുകൾ. ദൈവത്തിന്റെ വെളിപാടുകളാണ് തിരുവചനമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ വചനത്തിലൂടെ അപ്പോസ്തലൻ ആദിമസഭയ്ക്ക് പറയുകയാണ്, നമ്മുടെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. നാം ആ ക്രിസ്തുവിന്റെ അനുയായികളാണ്. യേശു മരിച്ചത് മാത്രമായിരുന്നെങ്കിൽ നാം അവനെ അനുഗമിക്കില്ലായിരുന്നു. അവൻ മരിച്ച്
ഉയർത്തെഴുന്നേറ്റു എന്ന്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ ലോകപ്രകാരമുള്ള ഏത് ജ്ഞാനത്തിലൂടെ നോക്കിയാലും നമുക്കത് ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവിന്റെ പുനരുദ്ധാനമാണ് നമ്മുടെ പ്രധാന വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ഇത് പൗരസഭകളൊക്കെ പറയുന്നതാണ്. ഈ ലോക ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം, അല്ലെങ്കിൽ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ളത് നാം എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇക്കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ 15-ാം അധ്യായത്തിൽ വിവരിക്കുകയാണ്. സഭയുടെ സംശയങ്ങൾക്ക് മറുപടി എന്ന നിലയിലും ദൈവത്തിന്റെ വെളിപാടുകൾ എന്ന നിലയിലും അക്കാര്യം വ്യക്തമാക്കുന്നു. അതിനടിസ്ഥാനമായി പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നാമും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യ ഫലമാണ്, ആദ്യത്തെ ആള്. ഇനി നാമും ഇതുപോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ളവരാണ്. അപ്പോൾ മറ്റൊരു ജീവിതം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിന് പ്രാധാന്യമുണ്ടാകുന്നു, ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. ഈ ജീവിതത്തിലെ എല്ലാ ഇടപെടലുകളും വിശുദ്ധിയോടെ ആയിരിക്കണം. കാരണം ഇത് കഴിഞ്ഞുള്ള ജീവിതത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പം കഴിയാനുള്ളതാണ്. അവിടെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളെയും വിചിന്തനം ചെയ്യുമ്പോൾ ലജ്ജിപ്പാൻ ഇടവരരുത്. അങ്ങേ ലോക ജീവിതം ഇല്ലെന്ന് പറയുന്നവർക്ക് ഈ ജീവിതത്തിൽ നന്മ ചെയ്യണമെന്നില്ല. എന്നാൽ അങ്ങേ ലോക ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നാം കണക്ക് കൊടുക്കാനുള്ളവരാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഈ ലോക ജീവിതം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് ദൈവം വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധിയുള്ളവരായിട്ട് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുക. അങ്ങേ ലോകത്തിൽ വിശുദ്ധിയിൽ വളർന്ന് വളർന്ന് ദൈവത്തോടൊപ്പം ചേരുക. അവസാനത്തെ അധ്യായം 16-ാം അധ്യായം പറയുന്നത് യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടിയുള്ള ചില പിരിവുകളാണ്. സാഹചര്യം ഇതാണ്: ക്രിസ്തു ഉടൻ പ്രത്യക്ഷപ്പെടും, വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടെ യെരുശലേമിലുള്ള സഭ എല്ലാ സ്വത്തും വിറ്റ് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. അവർക്കുള്ള എല്ലാ സമ്പാദ്യവും അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചപ്പോൾ ഇനി അവർക്ക് ഒരു വരുമാനമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന്. എന്നാണെന്ന് പറഞ്ഞില്ല. അവർ തെറ്റിദ്ധരിച്ചു, ഈ പോയതുപോലെ പെട്ടെന്ന് തന്നെ ക്രിസ്തു വന്ന് തന്റെ മക്കളെ ചേർത്തുകൊള്ളും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണല്ലോ നമുക്ക് ജീവിക്കേണ്ടി വരുള്ളൂ, ആ ഒരു ചെറിയ കാലഘട്ടം. അപ്പൊ അതിന് ഈ സ്വത്ത് ധാരാളം മതി. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ആ കിട്ടിയ പണത്തിൽ നിന്ന്, സ്വത്തിൽ നിന്ന് എല്ലാ സഭയുടെ മക്കൾക്കും ഭക്ഷണം കൊടുത്തു. അവരെ ചെലവുകൾ നടത്തി. വരുമാനമൊന്നുമില്ല, ചെലവുണ്ട്. ക്രിസ്തു വരുന്നുമില്ല. ക്രിസ്തു വരുമെന്ന് പറഞ്ഞത് ഉടനെയാണെന്നുള്ള പ്രതീക്ഷയിലാണ് അവരിതൊക്കെ ചെയ്തത്. ഒടുവിൽ യെരുശലേമിലെ സഭ കരുതി വെച്ച പണമൊക്കെ തീർന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ എവിടെ പോയാലും ആദ്യം പറയും, നമ്മുടെ അമ്മയാണ് യെരുശലേം. യെരുശലേമിലെ സഭ കർത്താവിന്റെ വീണ്ടും വരവ് ഉടനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് വിഭവങ്ങളൊക്കെ സ്വരുക്കൂട്ടി അത് ചെലവഴിച്ചു. ഇനി അവർക്ക് വരുമാനമില്ല, അവരെ സ്വത്തൊക്കെ വിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അവരെ സഹായിക്കണം. കരുണ കാണിക്കാനുള്ള ആഹ്വാനം പറഞ്ഞിട്ടാണ് സമാപിക്കുന്നത് 16-ാം അധ്യായത്തിൽ. യെരുശലേമിലെ സഭയെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അവർ കർത്താവിന്റെ വരവ് ഉടനെ ഉണ്ടാകുമെന്നുള്ള ധാരണയിലാണ് അങ്ങനെ ചെയ്തത്. അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. വചനം പഠിക്കുമ്പോഴറിയാം, എന്ന് വരുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല, വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പിരിവുകളും ഒക്കെ അപ്പോസ്തലൻ എല്ലാ സഭയോടും ആവശ്യപ്പെടുന്നുണ്ട്. അതിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. ദൈവം തന്നതിൽ നിന്ന് നിങ്ങൾക്കൊരു ഭാഗം ദൈവത്തിന് മാറ്റിവെക്കാൻ കഴിയണമെന്നർത്ഥം. പ്രിയമുള്ളവരെ, ഞാൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഒരു പുതിയ സഭയിൽ ആളുകൾ വിശ്വാസ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിന് മുൻപ് വളരെ തെറ്റിപ്പോയി. തെറ്റുകുറ്റങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്, തിന്മയുണ്ടായിട്ടുണ്ട്. അപ്പോസ്തലൻ അവരെ ശാസിക്കാതെ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു ഈ ലേഖനത്തിലൂടെ. എന്നാൽ 2000 വർഷം പിന്നിട്ട് നമുക്ക് വിശ്വാസകാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടും ഇന്നും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ
ക്രിസ്തീയതയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മെ ആര് തിരുത്തും? ഒരാളെങ്കിലും നന്മയിലേക്ക് വന്നാൽ സഭയിൽ അത്രയും നന്നായി. എല്ലാവരും നന്നായിട്ട് ഞാൻ നന്നാവാന്ന് വിചാരിക്കരുത് മക്കളെ. ഒരാൾ നന്നായാൽ ആ ആളുമായി ബന്ധപ്പെട്ടവരും നന്മയിലേക്ക് വരും. അതുകൊണ്ട് നാം ഏറ്റെടുക്കണം സഭയുടെ സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിന്. ഞാനും എൻ്റെ കുടുംബവും ഞാൻ സഹവസിക്കുന്നവരും അവർ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഞാൻ മാതൃകയുള്ളവളായിട്ട് ജീവിക്കും. പുറമെ പോട്ടെ, വീട്ടിൽ തന്നെ, ഭവനത്തിൽ തന്നെ നന്മയുള്ളവരായി കാണപ്പെടുന്ന അമ്മമാരുണ്ടാകണം. അപ്പോസ്തലൻ അങ്ങ് വിദൂരതയിലിരുന്ന് നമ്മെ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. ഈ കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, ആ ഓരോ പ്രശ്നങ്ങളും ഇന്നും സഭയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ അനുഭവം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായൊരു സഭയായിട്ട് വളരുവാനും അതിനെ നമുക്ക് ചെയ്യാവുന്ന മാതൃകാ ജീവിതം അത് എളിയതാണെങ്കിൽ പോലും ആ വിധത്തിൽ അതിൽ നമ്മുടേതായ ഒരു സംഭാവന എന്ന നിലയിൽ സഭയുടെ ഒരു കുടുംബമെങ്കിലും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ സഭയുടെ പൊതു വിശുദ്ധീകരണത്തിന് അത് ആക്കം കൂട്ടും. അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ സഭ എത്രമാത്രം വിശുദ്ധമായിട്ട് വളരും. ഞാൻ ഉപസംഹരിക്കട്ടെ. കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങൾ ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കട്ടെ. അപ്പോസ്തല ലേഖനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ട് വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. വചനത്തിൽ വേരൂന്നി വളർന്ന് നന്മ ചെയ്ത് വിശുദ്ധിയുള്ളവരാകുവാൻ അപ്പോസ്തലൻ ആദ്യം പറഞ്ഞതുപോലെ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് വന്ദനം. ആ വിശുദ്ധിയിൽ പൂർണ്ണത നേടുവാനായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് ഇടയാകട്ടെ. ഈ വിശുദ്ധ നോമ്പ് അതിന് കാരണമായി തീരട്ടെ.